ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധര വല്ലാത്തൊരു വിഷമത്തിലാവാണ് കേട്ടോ. വസുന്ധരക്ക് സങ്കടം താങ്ങാനാവുന്നില്ല. വസുന്ധര പിന്നീട് രാമായണവും ഭഗവത്ഗീതയൊക്കെ വായിച്ച് ഒരു മുക്കിൽ അടിഞ്ഞു കൂടുന്നത് പോലെ അങ്ങ് കൂടിപ്പോവാണ് കേട്ടോ. അത്രയും വലിയൊരു വസുന്ധരക്ക് കുറ്റബോധം തോന്നുകയാണ് തൻ്റെ മകനെ അവിടെ വിട്ടു പോയതിൽ കേട്ടോ. ആ സമയം ശിവാനി ഇങ്ങനെ ഒരു കാര്യം അറിയാണ്. ഗൗതം സ്വന്തമായിട്ടൊരു ഭൂമി മേടിച്ചിരിക്കുന്നു. അതിൽ ഗൗതമിന് വേണ്ട ഭൂമി പൂജയും അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു പരിപാടി തുടങ്ങുകയാണെന്നുള്ള ആ സത്യം അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഇത് വെറുതെ വിടാൻ പാടില്ല. ഈ വസുന്ധരയിലൂടെ തന്നെ അത് എങ്ങനെയെങ്കിലും തടയിടണമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ. പിന്നീട് വസുന്ധരയുടെ മുന്നിലോട്ട് ചെല്ലുകയാണ് ശിവാനി. അപ്പോൾ ഉടൻ തന്നെ വസുന്ധര ഇങ്ങനെ ഈ പുസ്തകം ഇങ്ങനെ ഈ ഒരു ഭഗവത്ഗീത ഒക്കെ ഇങ്ങനെ വായിക്കുകയാണ് കേട്ടോ. ആ സമയം അങ്ങോട്ടേക്ക് വസുന്ധരയോട് ചോദിക്കുകയാണ്, ആൻറ്റി ഇങ്ങനെ പുരാണ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിച്ച് അതിലൊക്കെ ആൻറ്റിക്ക് എന്താ ആൻറ്റിയുടെ ചുറ്റും നടക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? അത് കേട്ട ഉടനെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആൻറ്റിയുടെ മകൻ ഇപ്പോൾ സ്വന്തമായിട്ടൊരു ഭൂമി പൂജ ചെയ്യുന്ന ആ കാര്യം ആൻറ്റി അറിഞ്ഞോ? ഉടൻ തന്നെ ആണോ? എൻ്റെ മകൻ വളർന്നു വരുന്നുണ്ടോ? എൻ്റെ മകൻ ഉയരത്തിലോട്ട് എത്തുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വസുന്ധര ശിവാനിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ആൻറ്റിയുടെ മകൻ ഉയരത്തിലോട്ട് എത്തുന്നുണ്ട്. പക്ഷേ ആൻറ്റിയുടെ മകൻ ആൻറ്റിയല്ലേ അമ്മ എന്ന വാക്ക് ആദ്യമായിട്ട് ഉച്ചരിച്ചത്, ആൻറ്റിയല്ലേ അമ്മ എന്ന് വിളിച്ചത്. എന്നാൽ ആ അമ്മയെ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാവരെയും വീട്ടിൽ നിന്ന് ഭൂമി പൂജയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്ന് പറയണ്ടോ. ഇത് കേൾക്കുന്ന വസുന്ധര, നീ എന്തായി പറയുന്നത്? അതിന് ആൻറ്റിയെ കുറ്റം പറയാൻ പറ്റില്ല, ഇവിടെ ഗൗതമിനെയും കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നിധിയല്ലേ. നിധി പറയുന്നതിനനുസരിച്ചിട്ടല്ലേ ഗൗതം ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അവൻ സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് ഭൂമി പൂജ ചെയ്യാൻ പോകുന്നതിന് ആൻറ്റിയെ ഒഴിവാക്കിയതെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി വസുന്ധര ഞെട്ടാണ്. അപ്പോൾ വസുന്ധര പറയുന്നുണ്ട്, എൻ്റെ മകൻ വളർന്നു വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ആൻറ്റിയുടെ മകനല്ലല്ലോ വളരുന്നത്, ആൻറ്റിയുടെ മരുമകളല്ലേ ഇവിടെ വളരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം എൻ്റെ മകൻ ഞാനില്ലാതെ ഒരു ഭൂമി പൂജ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അത് തടയിടും. അതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. നീ അവർ താമസിക്കുന്ന വീട് എവിടെയെന്ന് നിനക്കറിയുമെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ആൻറ്റി എനിക്കറിയാം. എന്നാൽ നീ എൻ്റെ കൂടെ വരുമോ? ഞാനില്ല ആൻറ്റിക്ക് വേണമെങ്കിൽ പോവാം, ഞാനില്ല എന്നുള്ള ആ വാക്ക് പറയാൻ കേട്ടോ. അപ്പോൾ അത് കേട്ട വസുന്ധര ശരി എന്നാൽ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വസുന്ധര ആ വീട്ടിലോട്ട് പോവാണ്. ആ വീടിൻ്റെ മുറ്റത്ത് തന്നെ വസുന്ധര ചെന്ന് കയറുമ്പോൾ അയ്യോ, എൻ്റെ മകൻ ഇത്രയും കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നത്, അവന് കൊട്ടാരം പോലത്തെ വീടും രാജകീയ ജീവിതവും കൊടുത്ത എൻ്റെ മോന് ഇങ്ങനെ ഒരു വീട്ടിലോ എന്നിങ്ങനെ വസുന്ധര പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വസുന്ധര ആ വീട്ടിലോട്ട് സങ്കടത്തോടു കൂടി ഇടനെഞ്ച് പൊട്ടുന്ന വേദനയുമായി വസുന്ധര ഓരോ പടി ചവിട്ടുമ്പോൾ ഉടൻ തന്നെ ഗൗതം, നിധി നീ ഒരു ഫെവിക്കോൾ കൊണ്ടുപോവാ, എവിടെ ആ ഗമ്മ ഇരിക്കുന്നത് കാണുന്നില്ലല്ലോ, ആ ഗമ്മ എവിടെ ഇരിക്കുന്നു, നീ എന്നോടൊന്ന് പറ എന്നിങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം വസുന്ധര എന്തെന്നറിയാൻ വേണ്ടിയിട്ട് വസുന്ധര ഇങ്ങനെ എത്തി നോക്കുമ്പോൾ തൻ്റെ മകൻ ഈ ഒരു പ്ലാന് വരച്ചിട്ടുണ്ടാവുമല്ലോ, ആ പ്ലാന് ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട്. അതൊരു ഗമ്മ് വെച്ച് ഒട്ടിക്കുന്ന കേട്ടോ. ഇതേ സമയം വസുന്ധരയുടെ മുന്നിൽ കടന്നു പോകുന്നത് ഗൗതം വലിയൊരു ബിസിനസ്മാനായിട്ട് ട്രോഫി മേടിക്കുന്ന ആ രംഗമൊക്കെ ആണ് കേട്ടോ. അവൻ ഇന്നിപ്പോൾ ഈ ഒരു ഫെവിക്കോൾ കൊണ്ട് ഈ ഒരു പേപ്പർ ഒട്ടിക്കുന്നത് കാണുമ്പോൾ തനിക്ക് സഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ വസുന്ധര ഗൗതം എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളിക്കുമ്പോൾ വസുന്ധരയെ കാണുമ്പോൾ ഗൗതമിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നിധി, ഇവിടെ ആരോ ഒരു ഗസ്റ്റ് വന്നിരിക്കുന്നു, നിധി നീ ഒന്ന് നോക്കി എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന വസുന്ധര, നീ എന്താടാ എന്നെ ഇങ്ങനെ പറയുന്നത്? അങ്ങനെ പറയരുത്, ഞാൻ നിൻ്റെ അമ്മയാണ്, നീ ആ വില എനിക്ക് തരണമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നിധി വന്ന് നോക്കുകയാണ് കേട്ടോ. നിധിയെ കണ്ട ഉടൻ തന്നെ വസുന്ധരക്ക് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ നിധിയാണെങ്കിലോ ആഹാ ആൻറ്റി ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു, എന്നാൽ ആൻറ്റി ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു പായ എടുത്തിട്ട് വസുന്ധരയ്ക്ക് ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുമ്പോൾ മതിയടി നിൻ്റെ അഭിനയം, നീ എന്നെ കൊച്ചാക്കുകയാണോ, പായലിരുത്താൻ ശ്രമിക്കുകയാണെന്ന് പറയട്ടെ. അപ്പോഴേക്കും ഗൗതമിന് ദേഷ്യം പിടിക്കണേ. ഇവരിപ്പോഴും ഈഗോ മനസ്സിൽ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്, ഇവരെ എനിക്ക് കാണുന്നതന്നെ കലിപ്പാന്നുള്ള ലെവലിൽ നിൽക്കണം കേട്ടോ. ഉടൻ തന്നെ വസുന്ധരയോട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് നിധിയോട് പറയട്ടോ, നിധി ഈ ആര് വന്നാലും ഈ വീട്ടിൽ നിൽക്കാൻ പാടുള്ളൂ, അല്ലാത്തവരെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞോളൂ എന്ന് പറയട്ടോ. അപ്പോഴേക്കും വസുന്ധര, എന്താണ് മോനെ നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ താമസിക്കുന്ന ഇന്നത്തെ ഈ ജീവിതം കാണുമ്പോൾ ഈ അമ്മക്ക് താങ്ങാൻ കഴിയുന്നില്ല, എന്തൊരു വീട്ടിലാണ് നീ താമസിക്കുന്നത്, അതുപോലെ തന്നെ നീ എന്തിനാണ് പൊന്നുമോനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിനക്ക് എല്ലാം ഉണ്ടല്ലോ, നീ ഉണ്ടാക്കിയെടുത്ത ബിസിനസ് ഉണ്ട്, സാമ്രാജ്യമുണ്ട്, ഒരുപാട് സ്വത്തുണ്ട്, മുതലുണ്ട്, എന്നിട്ട് എൻ്റെ
എൻ്റെ മോന് എന്തിനാ ഇങ്ങനെ താമസിക്കുന്നത്, എൻ്റെ മോനെ എൻ്റെ കൂടെ വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന വസുന്ധരയുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ നിധിയോട് ഗൗതം പറയണേ, ഇവരിപ്പോഴും മാറിയിട്ടില്ല, ഇവരുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിധി എനിക്ക് ദേഷ്യം വരുന്നു, മര്യാദയ്ക്ക് ഇവരോട് ഇറങ്ങിപ്പോവാൻ പറ എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നിധി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ വസുന്ധര പറയണേ, എന്തിനാടാ നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ എൻ്റെ അമ്മയല്ലേ, ആദ്യമായിട്ട് നീ അമ്മ എന്ന 2 വാക്ക് വിളിച്ചത് എന്നെയല്ലേ, എൻ്റെ ഈ അമ്മയെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാട്, നിനക്ക് സ്വന്തമായി ബിസിനസ് ഉണ്ടാവുന്നത്, നീ സ്വന്തമായി വളരുന്നു, നിൻ്റെ സ്വയം പ്രയത്നത്തിൽ നീ മുന്നോട്ട് നീങ്ങുന്നതൊക്കെ ഈ അമ്മയ്ക്ക് ഇഷ്ടമാണ്, നീ ഇപ്പോൾ ഭൂമി പൂജ ചെയ്യുന്നതിൽ നീ എന്നെ മാത്രം ഒഴിവാക്കി എന്താ, ഞാൻ നിൻ്റെ അമ്മയല്ലേ, നീ എന്തിനാ ഈ അമ്മയെ ഒഴിവാക്കിയെന്ന് ചോദിക്കാനിട്ടാ. അത് കേൾക്കുന്ന വസുന്ധരയോട് ഗൗതം അങ്ങ് ദേഷ്യപ്പെടുത്തി, നിങ്ങളുടെ ഈ വൃത്തികെട്ട നാക്ക്, ഈ വൃത്തികെട്ട സംസാരം, ഇപ്പോഴും നിങ്ങൾ എന്താ ചെയ്തും കൊണ്ടിരിക്കുന്നത്, എൻ്റെ ഭാര്യയെ നിങ്ങൾക്ക് കണ്ടുകൂടാ, നിങ്ങൾ എൻ്റെ ഭാര്യയോട് എന്താണ് ഈ സംസാരിക്കുന്നതെന്ന് പറയണ്ട. അപ്പോൾ ഉടൻ തന്നെ ഇവളൊറ്റിരുത്തിയാടാ എന്നിൽ നിന്നും നിന്നെ വേറിരുത്തി കൊണ്ടുപോയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾത്ത ഉടൻ തന്നെ അങ്ങ് നിധിക്ക് സങ്കടമാവുകയാണ്. ഈ സമയം എടി, നീ ചെയ്യുന്ന പാപത്തിനെല്ലാം നിനക്ക് തിരിച്ചടി കിട്ടുമെന്ന് പറയട്ടോ. ഇതേ സമയം ഗൗതം, ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ഇറങ്ങിപ്പോവോ, നിങ്ങളെ കൊണ്ടുള്ള സമാധാനം എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, ഇനി ഈ വീട്ടിലും നിങ്ങൾ എനിക്ക് സമാധാനം തരില്ലേ, ഇറങ്ങിപ്പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പിടിവിട്ടു പോകും, എന്താ ഞാനിവിടെ ചെയ്ത് കൂട്ടുകയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഉടൻ തന്നെ നിധി പറയുന്നുണ്ട്, ഗൗതം ഒന്നും മിണ്ടാതിരിക്കുക. അപ്പോൾ എടാ മോനെ, ഞാൻ നിന്നെ കാണാൻ, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഈ അമ്മ വന്നത്, നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവനല്ല, നീ രാജാവിനെ പോലെ ഞാൻ നിന്നെ വളർത്തിയതാണ്, ആ ഒരു രാജകീയ ജീവിതത്തോടു കൂടി തന്നെ നീ ജീവിക്കണം, നീ എൻ്റെ കൂടെ വാ എന്നുള്ള സത്യമൊക്കെ പറയണട്ടാ. അപ്പോൾ അത് കേൾക്കുന്ന ഗൗതം, നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ രാജകീയ ജീവിതവും വേണ്ട, രാജാവിൻ്റെ ഭരണവും വേണ്ട, രാജ്ഞിയാവാനും ഞാനില്ല, ഒന്നിനും ഞാനില്ല, നിങ്ങളെ കൊണ്ട് മടുത്തു എന്ന് പറഞ്ഞാൽ മടുത്തു, നിങ്ങളൊന്ന് ഇറങ്ങിത്തീരുമോ എന്ന് പറഞ്ഞിട്ട് ഗൗതമ വളരെ മോശമായി സംസാരിക്കാൻ കേട്ടോ. ഇതേ സമയം ഞാൻ എന്ത് പാപം ചെയ്തിട്ടാടാ നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ ഒരിക്കലും ഇറങ്ങിപ്പോയില്ല, എൻ്റെ മകൻ്റെ ഈ ദുരിതം പിടിച്ച ജീവിതം ഈ അമ്മയ്ക്ക് കാണാൻ കഴിയില്ല, അതുകൊണ്ട് നിൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഈ അമ്മ മരിച്ചോട്ടെ, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വസുന്ധര ഗൗതമിൻ്റെ കൈകൾ കൊണ്ട് വസുന്ധരയുടെ കഴുത്ത് ഞെക്കണം കേട്ടോ. നീ എന്നെ കൊന്നേക്ക്, നീ എന്നെ കൊന്നേക്ക്, എനിക്കിനി ജീവിതം വേണ്ട, മതിയായി, എൻ്റെ മകൻ ഇങ്ങനെ ഗതികെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ അമ്മ മരിച്ചു പോകുന്നതാണ്, ഈ അമ്മക്കത് കാണാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വസുന്ധര പൊട്ടിക്കരയുമ്പോൾ ഗൗതം ഒരൊറ്റ തള്ളാൻ കേട്ടോ. പിന്നീട് ഗൗതം ഈ സ്ത്രീയോട് ഇറങ്ങിപ്പോവാൻ പറയോ, എനിക്ക് ഇവരെ കാണുമ്പോൾ ദേഷ്യം പിടിക്കുന്ന നിധി, നീ ഒന്ന് പറയുന്നുണ്ടോ. അപ്പോഴേക്കും നിധി പറയുന്നുണ്ട്, ആൻറ്റി ഇപ്പോൾ ഒന്ന് പോ, അവിടെ തന്നെ നീ ആരടി അത് പറയാൻ, എൻ്റെ മകനോട് സംസാരിക്കുന്നത്, നീ എന്തിനാ കയറി ഇടപെടുന്നത് എന്ന് വസുന്ധര വീണ്ടും പറയട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഗൗതം, നിധി ഇവരോട് പോവാൻ പറ, എനിക്ക് കലി അടങ്ങുന്നില്ല, എൻ്റെ പ്രഷർ മൊത്തത്തിൽ കയറി വരുന്നു, എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുന്നു ഇവരെ കാണുമ്പോൾ, ഇവരുടെ ഈ അഭിനയം ഇനിയെങ്കിലും എൻ്റെ മുന്നിൽ നിർത്താൻ പറ, നിന്നെ കാണുന്ന ഇവർക്ക് വെറുപ്പ്, എന്നോടാണ് ഇവർക്ക് പകയും വിദ്വേഷവും വൈരാഗ്യവുമാണ് ഇപ്പോഴും, അതുകൊണ്ട് ഇവരെ പോലത്തെ സ്ത്രീ എൻ്റെ മുന്നിൽ നിൽക്കരുത്, പോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം എന്തിനാ ഈ അമ്മയോട് ഈ പാപം ചെയ്യുന്നത്, ഞാൻ നിൻ്റെ അമ്മയല്ലടാ, ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് വസുന്ധര പൊട്ടി കരയുന്നത് കാണുമ്പോൾ നിധിക്ക് പാവം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതമാണെങ്കിലും വളരെ മോശമായി സംസാരിക്കണേ, ഇവരിപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവും, അതോടുകൂടി ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമോ, ഇവരുള്ളിടത്ത് എനിക്ക് നിൽക്കാൻ കഴിയില്ല, ഇവരുള്ളിടത്ത് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കാലിനടിയിൽ തീക്കനൽ വെച്ചതുപോലെയാണ് പൊള്ളലേൽക്കും, എനിക്കത് കഴിയില്ല, എൻ്റെ മനസ്സിനെ ഇവർ ഓരോ നിമിഷവും പൊള്ളലേറ്റും കൊണ്ടിരിക്കുകയാണ്, ഇവരുടെ പ്രതികാരവും വൈരാഗ്യവും കൊല്ലലും കൊലപാതകവും അതൊക്കെ കണ്ടു മടുത്തു, എനിക്ക് എൻ്റേതായ സന്തോഷം നിറഞ്ഞ ജീവിതം മതി, എനിക്കിനി ഇവരെ കാണാൻ എന്നെ വെറുപ്പും അറപ്പുമാണ്. എടാ മോനെ, നീ എന്താടാ ഈ അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയില്ലടാ, എന്തിനാടാ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു വസുന്ധര ഇങ്ങനെ പൊട്ടി കരയാനായിട്ടാ. ഇല്ല, നീ ഇല്ലാതെ ഞാൻ പോവില്ല, ഞാൻ നിന്നെ കൊണ്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കിടന്ന് മരിക്കത്തേ ഉള്ളൂ, നിങ്ങളെന്ന സ്ത്രീ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അമ്മ എന്ന് വിളിച്ച വാക്ക് തെറ്റായിപ്പോയി എന്ന് ഇപ്പം എനിക്ക് തോന്നലുണ്ട്, അതുകൊണ്ട് നിങ്ങളെ പേടിച്ച് ഞാൻ ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ ഞാൻ വല്ല ക്രൂരതയും ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നു, നിധി ഇവർ പോയി കഴിഞ്ഞാൽ നീ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങ് ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഇതേ സമയം വസുന്ധര പൊട്ടി കരയാനിട്ട്. അത് കാണുമ്പോൾ നിധിക്ക് പാവം തോന്നുകയാണ്. എത്രയായാലും അവർക്ക് എന്നോട് സ്നേഹമില്ലെങ്കിൽ അവരുടെ മകനോട് ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് നിധി മനസ്സിലാക്കണേ. അങ്ങനെ നിധി പറയണേ, ആൻറ്റി ഇങ്ങനെ കരയാതെ, ആൻറ്റിയുടെ സങ്കടം മാറും എന്നല്ലെങ്കിൽ ഗൗതം മാറും, ഗൗതം ആൻറ്റിയുടെ ആ സ്നേഹം തിരിച്ചറിയും, ഗൗതമിനെ ഞാൻ തിരിച്ചറിയിച്ച് കൊണ്ടുവരും, ആർക്ക് വേണ്ടി നിൻ്റെ ഈ ഒരു ഔദാര്യം, നിൻ്റെ ഔദാര്യത്തിൽ എൻ്റെ മകൻ എന്നെ സ്നേഹിക്കണ്ട. അത് കേൾക്കുന്ന നിധിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ നിധി അവിടെ
തൻ്റെ ആ ഒരു ദേഷ്യം ഉള്ളിൽ അടുക്കി വെച്ചിട്ട് നിധി പറയണം, ആൻറ്റി എന്തായാലും ആൻറ്റി സങ്കടപ്പെടേണ്ട, ആൻറ്റിയുടെ മകനെ ഞാൻ തിരികെ കൊണ്ടുവരാതിരിക്കില്ല. ഇപ്പോൾ ഗൗതം പെട്ടെന്ന് ഏറ്റവും ഷോക്കിൽ ആ ഒരു ഇതിലാണ്, അതുകൊണ്ട് ആൻറ്റിയുടെ മകനെ ഞാൻ എന്നോട് ഞാൻ പറഞ്ഞു, എൻ്റെ മകനെ നീ കൊണ്ടുവരണ്ട, എൻ്റെ മകനെ കൊണ്ടുപോകാൻ എനിക്കറിയാം, അതുകൊണ്ട് നീ പോയിക്കോ, എൻ്റെ മകനെ നന്നായി ഞാൻ കൊണ്ടുവരാം, എൻ്റെ മകനെ നന്നായി തന്നെ നോക്കാനും എനിക്കറിയാം, നിൻ്റെ ഔദാര്യം എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ വെറുതെ അല്ല നിങ്ങളുടെ മകൻ നിങ്ങളെ ഓരോ ദിവസവും വെറുത്തും കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഈഗോ ആദ്യം മാറ്റി നീ പറഞ്ഞു കൊടുത്തിട്ടാടി എൻ്റെ മകൻ എന്നെ ഇങ്ങനെ വെറുത്തു തുടങ്ങുന്നത്. നീ ഒറ്റൊരുത്തിയാടി കാരണം എൻ്റെ മകൻ വെറുക്കാനുള്ളത്. നീ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഓരോന്ന് ചൊല്ലിക്കൊടുത്ത് എൻ്റെ മകനെ തലതിരിയിപ്പിച്ചതല്ലേ. കഷ്ടമുണ്ട് നിങ്ങളുടെ ജീവിതം. ഇനിയെങ്കിലും നിങ്ങൾ മാറുന്നില്ല. മര്യാദയ്ക്ക് നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ നോക്കിയെന്ന് പറയുമ്പോൾ എന്തിനാണ് നീ എൻ്റെ കയ്യിൽ തൊട്ടത്? എൻ്റെ കൈ തൊട്ടാൽ നിൻ്റെ കൈ തൊട്ട് കഴിഞ്ഞാൽ എത്ര കഴുകിയാലും അത് പോവില്ല, അത്രയും വൃത്തികെട്ട കൈയാണ് നിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി നിധിയോട് വീണ്ടും വസുന്ധര പെരുമാറുമ്പോൾ ഇവരൊരിക്കലും മാറത്തില്ല, ഇവരൊരിക്കലും നന്നാവില്ല എന്നുള്ള ആ സത്യം തിരിച്ചറിയാനായിട്ടാണ്. അങ്ങനെ വസുന്ധര അവിടെ നിന്ന് പൊട്ടി കരഞ്ഞും കൊണ്ട് വസുന്ധര പോവാണ് ഭൂമി പൂജയ്ക്ക്. ഗൗതം വസുന്ധരയെ മാത്രം വിളിക്കില്ല. അങ്ങനെ ശിവാനിക്കാണെങ്കിൽ അത് തടയിടാനും കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ ഗൗതം ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന ആ കിടുക്കൻ സീനാണ് നമുക്ക് മുന്നിൽ കാണുന്നത്.